പടം അടിപൊളിയാണ്. ഒരു ഇംഗ്ലീഷ് മൂവി കണ്ട ഒരു ഫീലിലാണ് ഞാൻ ഇറങ്ങി വരണത്. അല്ല, ഇപ്പൊ ഇത്രയും വർഷത്തിന് ശേഷം രണ്ടുപേരും മോഹൻലാൽ മമ്മൂട്ടി ഒരുമിക്കണം. അല്ല, അങ്ങനെ കാണരുത് ഒരിക്കലും. മോഹൻലാൽ മമ്മൂട്ടി എന്നൊന്നും സ്ക്രീനിൽ കാണുകയും ചെയ്യരുത്. അതായത് നമ്മൾ സ്റ്റോറി ബേസ്ഡ് നമ്മളൊരു ഇംഗ്ലീഷ് മൂവി കണ്ട് ഇങ്ങനെ ഒരു സൈലന്റ് ഇങ്ങനെ തുടങ്ങി കത്തി കത്തി കയറി അത് ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമ്മൾ കൈയടിക്കുന്ന അല്ലാതെ മമ്മൂട്ടി മോഹൻലാൽ എന്നൊന്നും കാണരുത്. അതായത് സ്റ്റോറി ബേസ് ആണ് നമ്മൾ പടം കാണേണ്ടത്. ജെൻസി പിള്ളേർക്ക് പറ്റി, അതായത് മമ്മൂക്ക പറഞ്ഞ പോലെ നടന്ന കഥയല്ല, നടക്കാൻ പാടില്ലാത്ത കാര്യം. അതാണ് മഹേഷ് നാരായണന്റെ ടിപ്പിക്കൽ ഡയറക്ഷൻ. ഒരു രക്ഷയില്ല. BGM സുഷിൻ ശ്യാമും ഡയറക്ഷൻ മഹേഷ് നാരായൺ സാറ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് പിക്ചറൈസേഷൻ ആണെങ്കിൽ നമ്മൾ സാധാ കണ്ട് മറന്ന മലയാള സിനിമ പോലെയല്ല ഇത്. സ്ക്രീനിൽ തന്നെ നോക്കുമ്പോൾ അതെ ഇംഗ്ലീഷ് പടം കാണുന്ന ഒരു മൂഡ് തന്നെ പോവാം. പെർഫോമൻസ് മമ്മൂട്ടി മോഹൻലാലിനെ മാറ്റി നിർത്തിയ ഫാസിൽ കുഞ്ചാക്കോന്റെ ഫഹദ് അടിച്ച് കസറി കളഞ്ഞു. അതൊരു രക്ഷയില്ല. പിന്നെ ക്യാമിയോ ഒരു ടിപ്പിക്കൽ നോർമൽ ക്യാമിയോ ആണോ അതോ ഇമ്പോർട്ടൻസ് ആയിട്ട് ഒരു റോൾ ആവശ്യപ്പെടുന്നതിന് ക്യാമിയോ ആയിട്ട് തോന്നിയിട്ടുണ്ടോ ലാലേട്ടനാണ് പടം ലിഫ്റ്റ് ചെയ്തത്. മമ്മൂക്ക ത്രൂ ഔട്ട് മമ്മൂക്ക ഷോയാണ്. മമ്മൂക്കയുടെ അഭിനയം ഒരു രക്ഷയില്ല. പക്ഷെ ലാലേട്ടൻ വന്നതോടുകൂടി പടം ഒച്ച ലിഫ്റ്റ് ആയി. അവിടെ ഒരു ഓറ നമുക്കറിയാലോ, ലാലേട്ടൻ ഓൾറെഡി ഓറ ഉള്ള ആളാണ്. അവിടെ പടം ലിഫ്റ്റ് ആവാൻ ലാലേട്ടൻ സാധിച്ചു. അതല്ലാതെ നമ്മൾ ത്രൂ ഔട്ട് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കത്തില്ല. നമ്മൾ കഥയിൽ മുഴുകി പോകും. അല്ലാതെ ഒരു കയ്യടി ബഹളങ്ങൾ അങ്ങനെ വന്ന് കാണരുത്. നമ്മളെല്ലാരും സൈലന്റ് ആയിട്ട് ഇരുന്ന് കാണുന്ന പടമാണ്. എന്തോന്നു ബ്ലോക്ക് ബസ്റ്റർ ആവുമെന്ന് തോന്നുന്നു അതോ ബ്ലോക്ക് ബസ്റ്റർ ആവും? ലോക്കേനൊക്കെ തകർത്ത് തോന്നുന്നുണ്ടോ? ലോകേനെ തകർക്കും. കളക്ഷൻ ബേസിൽ തകർക്കും. 100 കോടി ഉറപ്പാ മസ്റ്റ്. ജെൻസി പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടും.